ഇപ്പൊ PCOS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ടീം ഓഫ് ആൾക്കാരാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അതിനകത്ത് ഡയറ്റീഷ്യനും ഫിസിക്കൽ ട്രെയിനറും കൗൺസിലറും ഗൈനക്കോളജിസ്റ്റ് ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് കോസ്മെറ്റിക് ഗൈനക്കോളജിസ്റ്റ് ഇവരെല്ലാവരും വേണം. കാരണം PC ഉള്ളവർക്ക് എല്ലാ പ്രശ്നമുണ്ട്. ഗൈനക്കുണ്ട്, പീരിയഡ് പ്രോബ്ലം ഉണ്ട്, ഇതുണ്ട് അതുണ്ട് ഇതെല്ലാം ഉണ്ട്. അവരുടെ എൻഡോക്രൈൻ പ്രോബ്ലം കാർഡിയാക് പ്രോബ്ലം ഒക്കെ പിന്നീട് വരും. അപ്പം അറ്റ്ലീസ്റ്റ് മിനിമം ഇത്രയും ആൾക്കാർ ഉള്ള ടീമാണ് ഇവരെ ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ ആയിട്ട് അതായത് ഇവരെ നമ്മൾ വെറുതെ മരുന്ന് കൊടുത്തിട്ട് കാര്യമില്ല. മിക്കവരും ചെയ്യണം എന്താ വെച്ചാൽ ഒന്നും പ്രോപ്പർ ഡയഗ്നോസിസ് ഇല്ല. വജൈനൽ സ്കാനിങ്ങിലാണ് ഇത് കൂടുതൽ അറിയണേ. അത് പലരും ചെയ്യില്ല. അബ്ഡോമിനൽ സ്കാൻ ചെയ്യും, മണ്ണുണ്ടെങ്കിൽ അത് ഡയഗ്നോസ് ചെയ്യില്ല. സെക്കൻഡ് തിങ് ഉണ്ടെങ്കിൽ തന്നെ മരുന്ന് കൊടുത്ത് വിടും. എന്നിട്ട് 1 കൊല്ലം 2 കൊല്ലം 3 കൊല്ലം ചിലവർ ഇങ്ങനെ 5-6 കൊല്ലം വെറുതെ മരുന്ന് കഴിക്കും. അവർക്ക് ഇങ്ങനെയുള്ള കൗൺസിലിംഗ് കൊടുക്കില്ല. ദാറ്റ് ലൈക്ക് അവരുടെ വെയിറ്റ് കുറയ്ക്കാൻ അവർക്ക് CBT തന്നെ വേണം. അതല്ലാതെ നിങ്ങൾ പോയി വെയിറ്റ് കുറയ്ക്കുന്ന പറഞ്ഞാൽ അവർ പോവും, 2 ദിവസം കഴിഞ്ഞാൽ അവർ മറന്നു പോവും. ആരും ചെയ്യില്ല. അതുപോലെ ഡയറ്റും. അപ്പൊ അവർക്ക് ഈ CBT എന്ന് പറഞ്ഞാൽ അവരെ ഫോളോ ചെയ്ത് തന്നെ ചെയ്യണം.